കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അതിനനുസരിച്ച് അവസരം കിട്ടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് നടക്കാറുണ്ട്, അവിടെ കുറേ ആളുകൾ കൂടാറുണ്ട്, ഇതൊന്നും എനിക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു കോളേജിലൊരു തേർഡ് ഇയറൊക്കെ ആകുമ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം ഭയങ്കര ആഗ്രഹമായിരുന്നു പോയി പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പറ്റിയിട്ടില്ല, പല കാരണങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല. പല കാരണങ്ങളെന്ന് പറയുന്നത് തെറ്റാണ്. ഒറ്റ കാരണം, വീട്ടിൽ നിന്ന് വിടാറില്ല. നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നു കേട്ടിട്ടുണ്ട്. അതായിരിക്കും ഈ വർഷത്തെ ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. KLFലും MAFLിലും ഒക്കെ പങ്കെടുക്കാത്ത ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഇതെൻ്റെ ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായിരുന്നു. അന്യഭാഷ എഴുതാറുണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ കലയും സാഹിത്യമൊക്കെ അത്ര കണ്ടത് മനസ്സ് നിറയ്ക്കണോണ്ടെന്നായിരിക്കാം ആ വേദി പെട്ടെന്ന് തന്നെ സ്വീകരിച്ച പോലെ തോന്നി. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം തോന്നുക. പല നിറങ്ങള് ചുറ്റും, ഒരുപാട് നിറങ്ങൾ കാണാൻ കൊതിച്ചൊരു പെൺകുട്ടിക്ക് ചുറ്റും. പിന്നെ എന്താ വേണ്ടേ? ഇനി മുതൽ ഇത്തരം വേദികളൊക്കെ എൻ്റെ ഓർമ്മകളുടെയും ഒരു ഭാഗമായിരിക്കും. അതും സംഭവിക്കണത് കല്യാണത്തിന് ശേഷം കേട്ടോ. പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയായിരുന്നു കല്യാണത്തോട്. ഇതോടെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. ഈ വർഷത്തെ BLF നടന്നത് ഫ്രീഡം പാർക്കിൽ വെച്ചിട്ടാണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. ഫ്രീഡം പാർക്ക് പണ്ട് ബാംഗ്ലൂർ സെൻട്രൽ ജയിലായിരുന്നു. ആലോചിക്കുമ്പോൾ ഒരു കാലത്ത് വെള്ളക്കാരുടെ തടവറയിൽ നരകയാതന അനുഭവിച്ച നമ്മുടെ പൂർവികരോട് കാലം തിരിച്ചു കൊടുത്തൊരു നീതി പോലെ ഇന്ന് അവിടെ സ്വാതന്ത്ര്യമുണ്ട്, വായനയുണ്ട്, കലയുണ്ട്, അതിനൊക്കെ ആസ്വാദകരുണ്ട്. ആ കൂട്ടത്തില് എവിടേക്കോ ഞാൻ.